അബൂനസർ സയ്യദ് വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. കുടുംബം പോറ്റാൻ മത്സ്യബന്ധനത്തെ ആശ്രയിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. ഭാര്യയും മകനും പട്ടിണി കിടന്നു. ദുഃഖിതനായി അദ്ദേഹം പള്ളിയിൽ പോയി അള്ളാഹുവിനോട് ഭക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞു. ഇമാം അദ്ദേഹത്തോട് കരുണ കാണിച്ചു. നദിയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന്റെ നാമത്തിൽ വല വീശുന്നതിനു മുമ്പ് പൂർണ്ണ ആത്മാർത്ഥതയോടെ 2 റക്അത്ത് സ്വമേധയാ ഉള്ള പ്രാർത്ഥന അഥവാ നവാഫിൽ നടത്താൻ പറഞ്ഞു. അബൂ നസർ നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. അവൻ വല വീശി ഒരു വലിയ മനോഹരമായ മത്സ്യത്തെ പിടിച്ചു. അവന്റെ കുടുംബത്തെ പോറ്റാൻ പര്യാപ്തമായിരുന്നു. അയാൾ വേഗം മീൻ വിറ്റു. ആ ചെറിയ പണം ഉപയോഗിച്ച് ഒരു റൊട്ടി വാങ്ങി, തന്റെ കൈവശമുള്ള ഏക ഭക്ഷണം. വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ദരിദ്രയായ സ്ത്രീയെയും അവരുടെ ഇളയ മകനെയും കണ്ടു. അവർ വിശന്നു വലഞ്ഞിരുന്നു. അവർ തന്റെ റൊട്ടി കടുത്ത വിശപ്പോടെ നോക്കി. അബൂ നസർ ആ സ്ത്രീയെ നോക്കി. പിന്നെ സ്വന്തം വിശക്കുന്ന കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. സഹായം ആവശ്യമുള്ളപ്പോൾ പോലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന പ്രവാചകന്റെ ഉപദേശം അയാൾ ഓർത്തു. അള്ളാഹുവിന്റെ ഉപജീവന വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായും രഹസ്യമായും തന്റെ അപ്പം മുഴുവൻ ആ പാവപ്പെട്ട സ്ത്രീക്കും അവളുടെ കുട്ടിക്കും നൽകി. കുട്ടി പുഞ്ചിരിച്ചു. ആ സ്ത്രീ നന്ദിയുടെ കണ്ണുനീർ വാർത്തു. അവനുവേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അബൂ നസർ വീട്ടിലേക്ക് മടങ്ങിയത് വെറും കൈയോടെയാണ്, പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ച് നിറഞ്ഞ മനസ്സോടെയാണ്.